പദ്ധതികൾ പൂർത്തിയാക്കാത്തതിലും വികസന മുരടിപ്പിലും പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് കോതമംഗലത്ത് സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി. പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നേതാക്കളും പ്രവർത്തകരുമടക്കം ഒട്ടേറെ പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ UDF കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാത്ത MLAയുടെ നിലപാടിലും നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിലും പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ നിരാശയും ആശങ്കയും ഉണ്ടാകുന്ന കാര്യമാണ് വികസന പ്രവർത്തനങ്ങളിൽ ഇതുപോലെ അപകട ബോധമുണ്ടായല്ലോ എന്ന ഒരു ജനങ്ങളുടെ പരിദേവനം അല്ലെങ്കിൽ ജനങ്ങളുടെ പരാതി എല്ലാ സ്ഥലത്തും കേൾക്കുകയാണ്. ഈ പരാതിക്ക് ഇടയായത് കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണി ഭരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം നടക്കുമ്പോൾ ഭരണമുന്നണിയുടെ MLA ഉള്ള കോതമംഗലത്ത് സത്യത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടക്കേണ്ട മണ്ഡലങ്ങളൊന്നായി കോതമംഗലത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമല്ല, വികസന പ്രവർത്തനങ്ങൾ കോതമംഗലത്തിന് പുതിയതായി ഒന്നും കിട്ടാതെ 9 വർഷം വികസന രംഗത്ത് നാട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ദുഃഖസത്യം. 9 വർഷം കോതമംഗലം നിയോജകമണ്ഡലത്തിന്, കോതമംഗലം മുനിസിപ്പാലിറ്റിക്ക്, കോതമംഗലം നിയോജകമണ്ഡലത്തിലുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് അവർ കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഓഹരിയായി നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ പരിഗണന കിട്ടാതെ പോയി എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. അതുമാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട ശിവരാജിയും നേതൃത്വം നൽകിയ സമയത്ത് അതിൽ മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ശ്രീ PJ ജോസഫ് സാറ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഐക്യജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും അതിനു മുൻപ് ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഭരിച്ച EK നയനാർ നേതൃത്വം നൽകിയ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും VS നേതൃത്വം നൽകിയ ഗവൺമെന്റ് കാലത്തും എല്ലാം ഇവിടെ പരമാവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ MLA-മാർ ഇവിടെ വിജയിച്ചു വരികയും കേരള കോൺഗ്രസിന്റെ MLA-മാർ കോതമംഗലത്തിന് വേണ്ടി ഏത് ഗവൺമെന്റ് ഭരിച്ചാലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. UDF ഭരണകാലത്ത് ആരംഭിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞ 9 വർഷം ഇടതുമുന്നണി ഭരണം കൊണ്ട് സാധിച്ചില്ലെന്നും പുതിയ പദ്ധതികൾ തുടങ്ങുവാനും MLAക്ക് കഴിഞ്ഞില്ലെന്നും മോൻസ് ജോസഫ് MLA കുറ്റപ്പെടുത്തി. യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് AT പൗലോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ പാർട്ടികളിൽ നിന്ന് വന്ന 100ഓളം പേർക്ക് മുൻമന്ത്രി TU കുരുവിള മെമ്പർഷിപ്പ് നൽകി. തങ്കളം കാക്കനാട് പാത, ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം, റിംഗ് റോഡ്, ഭൂതങ്കെട്ട് ജലവൈദ്യുത പദ്ധതി തുടങ്ങി UDF കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാത്ത MLAയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് കൺവെൻഷൻ രൂപം നൽകി. ഷൈസൻ P മാങ്ങഴ, ജോമി തെക്കേക്കര, റോയിസ് കറിയ, CK സത്യൻ, റാണിക്കുട്ടി ജോർജ് അമ്പാട്ട്, ബിജു വെട്ടിക്കുഴ, KM എൽദോസ്, ജോണി പുളിന്തടം, ജോസ് കവളമൈക്കൽ, ബിനോയ് ജോസഫ്, VP എൽദോസ്, തോമസ് തെക്കേക്കര, മാമച്ചൻ മങ്ങാട്ട്, ആശാ വർഗീസ്, KM ജോർജ്, MP ചന്ദ്രൻ, ലിസി പോള്, സജി തെക്കേക്കര, ജോസ് തുടുമേൽ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ സൃഷ്ടി, കോതമംഗലം.